Hello, good morning to all. Audible ആണോ? Hello, good morning to all. Audible ആണോ? Okay. Screen okay ആണോ? Screen okay ആണോ? Okay, okay. Good morning, good morning. Just 2 minutes കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവര് 4 പേര് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് മെയിലായിട്ടോ ഒന്നും സെൻഡ് ചെയ്തിട്ടില്ല. പ്രണവ് എ, റിസ്വിൻ, റോഷൻ ആൻഡ് ഷാരുൺ. എന്ത് പറ്റി? എന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതിരുന്നേ? ഹലോ, what happened? റോഷൻ അല്ലേ ഇവിടെ? റോഷൻ, ഷാരുൺ, റിസ്വിൻ, പ്രണവ് എ. അസൈൻമെന്റിന് മാർക്ക് ഉള്ളതാണോ അറിയില്ലേ നിങ്ങൾക്ക്? ഞാൻ തരുന്ന അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് മോഡ്യൂളിന്റെ 2 HTML കോഡാണ് തന്നത്. ഓക്കെ, അത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് ഈസി ആയിരുന്നില്ലേ? നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ലേ? ഹലോ, ഹൗ വാസ് ദ ക്വസ്റ്റ്യൻ? ലാസ്റ്റ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു? അനഘ, അഞ്ജിത, അഖിൽ, അഭിനവ്, ദേവിക. ടൈം എടുത്തില്ലല്ലോ എഴുതാൻ വേണ്ടി? ടൈം എടുത്തിട്ടില്ലല്ലോ? ആ, റൈസ, ഓക്കെ. ടൈം എടുത്തിരുന്നോ? പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് എഴുതാൻ പറ്റിയില്ലേ? മീൻസ് ഇത്ര ടേബിൾസ് വേണം, ഇത്ര റോസ് വേണം എന്ന് പറയുമ്പോൾ ടാഗ്സ് കറസ്പോണ്ടിങ് ആയിട്ട് വേണം. അത് പെട്ടെന്ന് എഴുതാൻ പറ്റിയില്ലേ? സംഗീത്, സാരംഗ്. ഓക്കെ, സോ തേർഡ് മോഡ്യൂൾ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആവാനായി. ഒരു 80% കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ തേർഡ് മോഡ്യൂളിന്റെ അസൈൻമെന്റ് ഞാൻ ഇഷ്യൂ ചെയ്യും. ഈ 4 പേര്, ഈ പറഞ്ഞ 4 പേർക്ക് പിന്നെ എന്താ പറയാ, ഇനി ഫെർദർ ആയിട്ട് ഒരു ചാൻസ് തരൂല. മീൻസ് ലേറ്റർ ആയിട്ട് നിങ്ങൾ ഇന്റേണൽ മാർക്കിന്റെ ടൈമിലൊക്കെ അസൈൻമെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് സബ്മിറ്റ് ചെയ്യാം മെയിൽ വഴി. കേൾക്കുന്നുണ്ടോ? ഇന്ന് പെട്ടെന്ന് എഴുതിയിട്ട് ഒരു എന്താ പറയാ, ഒരു 5 PM, എന്തായാലും ക്ലാസ് ഉണ്ടല്ലോ, ഒരു 5 മണിക്ക് മുന്നേ എനിക്ക് മെയിൽ ചെയ്യണം. കേൾക്കുന്നുണ്ടോ? ഷാരുൺ ഇല്ലേ ഇവിടെ? ഷാരുൺ, റോഷൻ, പ്രണവ് എ, റിസ്വിൻ. എന്താ റെസ്പോണ്ട് ചെയ്യാത്തത് നിങ്ങള്? പ്രണവ് എ ഇവിടെ ഉണ്ടോ? പ്രണവ് എ. റോഷൻ, വാട്ട് ഹാപ്പൻ? എന്താ അസൈൻമെന്റ് എഴുതാണ്ടെന്നേ? മറന്നുപോയതാണോ നിങ്ങളെടുത്ത്? അസൈൻമെന്റ് മാർക്ക് എടുക്കുമ്പോൾ ഇന്റേണൽ അണ്ടറായി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. സോ ഇത് ലാസ്റ്റ് ആണ്. ഇനി ഫെർദർ ആയിട്ട് 4 പേർക്ക് ഒരു ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, പ്രണവ്, റിസ്വിൻ, റോഷൻ ആൻഡ് ഷാരുൺ. ഇന്ന് 5 മണിക്ക് മുന്നേ എനിക്ക് മെയിൽ ചെയ്യണം അസൈൻമെന്റ്. ഓക്കെ ആണല്ലോ? ഇനിയൊരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഓക്കെ, സോ ലാസ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, തേർഡ് മോഡ്യൂളില് ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താ നോക്കിയത്? അലൈൻമെന്റ് ഓഫ് ടെക്സ്റ്റ് ആയിരുന്നു നോക്കിയത്. ഓക്കെ, സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണ്? ടെക്സ്റ്റ് ഇൻഡന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഇൻഡന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, സോ അത് നമുക്ക്
ടെക്സ്റ്റ്, പിന്നെ അതുപോലെ ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അലൈൻമെന്റ് കൊടുക്കാൻ, ലെഫ്റ്റ് റൈറ്റ് സെന്റർ ജസ്റ്റിഫൈ, ഇങ്ങനെ അലൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വരുന്നതായിരുന്നു ഫ്ലോട്ട് പ്രോപ്പർട്ടി. സോ ഫ്ലോട്ട് പ്രോപ്പർട്ടി നമ്മൾ ജസ്റ്റ് പറഞ്ഞു, എക്സാമ്പിൾ പിന്നെ നോക്കാന്നാ പറഞ്ഞത്. ഓക്കെ, സോ ഫ്ലോട്ട് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു സ്പെസിഫൈ ദാറ്റ് ടെക്സ്റ്റ് ഷുഡ് ഫ്ലോ അറൌണ്ട് സം അതർ എലമെന്റ്. ഒരു ഇമേജോ ടേബിളോ കിടക്കും നമ്മള് വെബ് പേജിൽ, അതിന്റെ സൈഡിലായിട്ട് നമുക്ക് എന്തും കൂടെ കൊടുക്കണം, ടെക്സ്റ്റും കൂടി കൊടുക്കണം. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. സോ ഫ്ലോട്ട് പ്രോപ്പർട്ടിക്ക് പോസിബിൾ വാല്യൂസ് ആർ ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് നൺ. ഓക്കെ, ലെഫ്റ്റിൽ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാം, റൈറ്റിൽ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാം, ആൻഡ് നൺ മീൻസ് ഡിഫോൾട്ട് വാല്യൂ ആണ്. ഓക്കെ, ഫ്ലോട്ടിംഗ് ഇല്ല. സോ ഇവിടെ എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബൈ ഡിഫോൾട്ട് ലെഫ്റ്റിലാണ്. ഓക്കെ, അലൈൻമെന്റ് ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് തന്നെയാണുള്ളത്. ഒരു ഇമേജ് എന്തിലോട്ട് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്? റൈറ്റിലോട്ട് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇമേജ് റൈറ്റ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് അതിനനുസരിച്ചിട്ട് ലെഫ്റ്റിലോട്ട് അറേഞ്ച് ആയിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാ കോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഡോക്യുമെന്റ് കൊടുത്തു. ഇപ്പം സ്റ്റൈല് നോക്കണ്ട, ഹെഡിങ് ക്ലോസ് ചെയ്തു, ബോഡിയിൽ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തു, പിന്നെ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് പാരഗ്രാഫ് ആണ് ഇത്, ഇൻ ദിസ് എക്സാമ്പിൾ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഞങ്ങൾക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അത് പാരഗ്രാഫ് ടാഗിന്റെ ഉള്ളിൽ തന്നെ ഇമേജ് SRC, ഇമേജിന്റെ പാത്ത് പറഞ്ഞു കൊടുത്തു. ആൾട്ടർനേറ്റ്, ഇഫ് ദാറ്റ് ഇമേജ് ഇസ് നോട്ട് സപ്പോർട്ടഡ്, ആൾട്ടർനേറ്റ് ആയിട്ട് പൈനാപ്പിൾ എന്ന് അവിടെ എഴുതി കാണിക്കണം. എന്നിട്ട് അതിന്റെ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തു, വിഡ്ത്ത് സെറ്റ് ചെയ്തു, ഹൈറ്റ് സെറ്റ് ചെയ്തു, മാർജിൻ ലെഫ്റ്റിന് എത്രയാണ്, എത്ര ഗ്യാപ്പ് ആണ്, അതൊക്കെ സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് പിന്നെയും എന്താണ് പാരഗ്രാഫ് ടാഗിൽ പിന്നെയും റൈറ്റിംഗ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. സോ ഞാൻ എങ്ങനെയാണ് സ്റ്റൈല് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതാ സ്റ്റൈല് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇമേജിനാണ്. സ്റ്റൈൽ സെറ്റ് ചെയ്തത് എന്താണ്? ഫ്ലോട്ട്. എങ്ങോട്ടാ ഫ്ലോട്ട് ചെയ്യേണ്ടത്? ഇമേജ് റൈറ്റിലോട്ടാണ് ഫ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ ടെക്സ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ടെക്സ്റ്റ് ബൈ ഡിഫോൾട്ട് എന്താണ്? ലെഫ്റ്റ് ആണ്. ഓക്കെ, അതിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിന് സ്റ്റൈല് കൊടുക്കാം. സോ ഇവിടെ ടെക്സ്റ്റ് ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് ആണ്. ഇമേജ് എനിക്ക് എന്ത് ചെയ്യണം? ഫ്ലോട്ട് ചെയ്യണം ടുവേർഡ്സ് റൈറ്റ്. സോ ഇമേജ് ഇമേജ് ഫ്ലോട്ട് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ? അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ ദിസ് എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ നമ്മൾ ഇമേജ് കൊടുത്തു, റൈറ്റിലോട്ട് ഫ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് എന്തുണ്ട്? ലോറം ഇപ്സം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാരഗ്രാഫും കൂടി വന്നു. കണ്ടോ? ലോറം ഇപ്സം ഡോളർ സിറ്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു പാരഗ്രാഫും കൂടെ വന്നു. സോ അത് ബൈ ഡിഫോൾട്ട് എങ്ങോട്ട് ഇതായിക്കോളും? ലെഫ്റ്റിലോട്ട് ലൈൻഡ് ആയിക്കോളും. ബിക്കോസ് ടെക്സ്റ്റ് അലൈൻമെന്റ് ഡിഫോൾട്ട് ലെഫ്റ്റ് ആണ്. സോ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഫ്ലോട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ വൈഷ്ണവി, മസ്ന? ഹലോ ഹലോ, ഓഡിബിൾ അല്ലേ? അനഘ? ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അതാണ് ഫ്ലോട്ട് പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് കളർ. ഓക്കെ, കളർ എങ്ങനെ കൊടുക്കാം? ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് പേരുടെ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് എന്നാ നോക്കാം. ഓക്കെ, കളർ എന്ന് പറയുമ്പോൾ നോർമലി എന്താണ്? മോണിറ്റേഴ്സ്, നമ്മളെ മോണിറ്ററിനെയും ബ്രൗസറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കളർ ഡിസ്പ്ലേ വരുന്നത്. സോ ഇനീഷ്യലി ഈ കളർ എന്ന് പറയുന്ന കോഡ്സ് ഇനീഷ്യലി 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനെ നമുക്ക് 17 നെയിംഡ് കളേഴ്സ് ആയിട്ട് വന്നു. പിന്നെ അത് ഒരു ഗ്രൂപ്പ് ഓഫ് 147 നെയിംഡ് കളേഴ്സ് ബ്രൗസേഴ്സ് സപ്പോർട്ട് ചെയ്തു. പിന്നെ 216 നെയിംഡ് കളേഴ്സ്. അങ്ങനെ കളർ കോമ്പിനേഷൻ, വൈഡ് വെറൈറ്റി ഓഫ് കളർ കോമ്പിനേഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളർ. സോ നമുക്ക് എന്താ പറയണ്ടേ? ഇപ്പൊ കളർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയേണ്ടത് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ, സപ്പോസ് എക്സ്പ്ലെയിൻ ദ കളർ പ്രോപ്പർട്ടീസ് ഇൻ CSS. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കളർ എന്താണ് കളർ? നമ്മൾ HTML കളർ കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഫോർഗ്രൗണ്ട് ആയിട്ടും നമുക്ക് കളറൊക്കെ കൊടുക്കാം. അങ്ങനെ എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് പറയണം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഓൾ ടാഗ്സ്, വാട്ട് ഓൾ എലിമെന്റ്സ് ആർ ദർ. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടിയിൽ കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇറ്റ് സ്പെസിഫൈസ് ദ ഫോർഗ്രൗണ്ട് കളർ ഓഫ് എലിമെന്റ്സ്. ഓക്കെ, ഒരു ഫോർഗ്രൗണ്ട് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ പ്രോപ്പർട്ടി കൊടുക്കാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടി എന്തായിരിക്കും? ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നെയിം ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി, അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ കളറിൽ വരുമ്പം കളർ പ്രോപ്പർട്ടി സ്പെസിഫൈസ് ദ ഫോർഗ്രൗണ്ട് കളർ.
ഓക്കെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടി ആണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കൂ, ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, HTML ഹെഡ് അതിലൊന്നും കൊടുത്തിട്ടില്ല. ബോഡിയിൽ പാരഗ്രാഫ് സ്റ്റൈൽ ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് കളർ ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് കളർ കോളൻ കളറിന്റെ പേര് കൊടുത്തു, എന്താണ്, യെല്ലോ. നമുക്കൊക്കെ അവിടെ കളറിന്റെ പേര് കൊടുക്കാം, ഹെക്സാഡെസിമൽ കോഡ്സ് ആക്കിയിട്ടും കൊടുക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു RGB വേർഷനും കൊടുക്കാം. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ ജസ്റ്റ് അവിടെ എന്താ എഴുതിയാൽ മതി, കളറിന്റെ പേര് എഴുതി പഠിച്ചാൽ മതി. ഓക്കെ, ഹെക്സാഡെസിമൽ കോഡ്സ് ഒന്നും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ നമുക്ക് പറ്റില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് എപ്പോഴും എക്സാമ്പിൾ എഴുതുമ്പം കളറിന്റെ ഒക്കെ കേസിൽ ജസ്റ്റ് സ്പെസിഫൈ ദ കോമൺ കളേഴ്സ്. ഓക്കെ, അപ്പൊ പി സ്റ്റൈൽ ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് കളർ കോളൻ കളറിന്റെ ഒരു കളർ കൊടുത്തു, എന്നിട്ട് അവിടെ നിങ്ങൾ എന്തോ ടെക്സ്റ്റ് കൊടുത്തു, ക്ലോസ് ചെയ്തു. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും, നിങ്ങൾ അവിടെ എഴുതിയ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്ത് വരും, സോറി ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറാണ്, ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്താ വരിക, യെല്ലോ കളർ കിട്ടും. സോ അതാണ് ബാക്ക്ഗ്രൗണ്ടിന്റെ കേസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയേ. സ്റ്റൈൽ ഹെഡിന്റെ ഉള്ളിൽ നിങ്ങൾ സ്റ്റൈൽ അവിടെ ഇൻലൈൻ ആയിട്ട് എംബഡ് ചെയ്ത് കൊടുത്തു. സ്റ്റൈൽ സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് ഫോർ ഓൾ എലമെന്റ്സ് ഇൻ ദ വെബ് പേജ്. നിങ്ങളെ വെബ് പേജിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ അവർക്കൊക്കെ ടെക്സ്റ്റ് അലൈൻമെന്റ് എങ്ങനെയാണ്, സെന്റർ ആണ്. സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് ഫോർ ഓൾ. ഓക്കെ, ഫോർ ഓൾ ടെക്സ്റ്റ് അലൈൻമെന്റ് സെന്റർ ആണ്. അതുപോലെ H3 ഹെഡിങ് വരുവാണെങ്കിൽ അതിന്റെ കളർ റെഡ് ആണ്. ബോർഡർ എന്താണ്, ബോർഡർ കൊടുത്തു, അതിന്റെ കളറും കൊടുത്തു. ഓക്കെ, പിന്നെ പാരഗ്രാഫ്, പി സ്റ്റാൻഡ്സ് ഫോർ പാരഗ്രാഫ്. പാരഗ്രാഫ് ആണെങ്കിൽ കളറിന്റെ കളർ കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, അതുപോലെ അതിനൊരു ഷാഡോ എഫക്റ്റും കൂടെ കൊടുത്തു. അതാണ് ബോക്സ് ഷാഡോ. അതൊന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ കൊടുത്ത, കളർ റെഡ് ആണ്. കളർ റെഡ് മീൻസ് ഫോർഗ്രൗണ്ട് കളർ ആണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ആണ് സെറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ അത് എടുത്ത് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഫോർഗ്രൗണ്ട് ആണെങ്കിൽ ജസ്റ്റ് കളർ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്റ്റൈൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡിയിൽ നിങ്ങൾ H3 ഹെഡിങ്ങിൽ ഡെമോ എന്ന് പറഞ്ഞു കൊടുത്തു. സോ H3 ഹെഡിങ് ആണെങ്കിൽ അതിന്റെ സ്റ്റൈൽ ഇതാണ്. ഇനി പാരഗ്രാഫ് ടാഗിൽ നിങ്ങൾ എന്തോ കൊടുത്തിട്ടുണ്ട്, സോ അതിന് പാരഗ്രാഫിന്റെ സ്റ്റൈൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇതാണ്. കണ്ടോ, ബോർഡർ ഒക്കെ സെറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഡെമോ എന്ന് പറയുന്നത് റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. അടുത്തത് പാരഗ്രാഫ് എലമെന്റ്, അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റൈല് റോയൽ ബ്ലൂ കളർ ആണ്. ഷാഡോ ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സഹല, അഭിനന്ദ്, ആദർശ്, അദ്വൈത്, അത്തിൻ, ക്ലിയർ ആണോ? എന്താ ഇന്ന് ആരുടെയും റെസ്പോൺസ് ഇല്ലാത്തത്? ഓക്കെ, ബോയ്സിന്റെ ആരും റെസ്പോൺസ് ഇല്ലാത്തത്? ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. സോ അതാണ് കളർ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വെബ് ടെക്നോളജി പേപ്പറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തിയറി നിങ്ങൾക്ക് എന്താ പറയാ എലോബറേറ്റ് ചെയ്ത് എഴുതാൻ ഉണ്ടാവില്ല. സോ ടു ദ ക്വസ്റ്റ്യൻ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ആ ക്വസ്റ്റ്യനിൽ ഇപ്പം നിങ്ങൾ എന്താണ് കളർ ആണ് ചോദിച്ചതെങ്കിൽ കളറിന്റെ ആ ഒരു കോഡിങ് എന്താണ്. പിന്നെ എപ്പോഴും പറയേണ്ടത് കളറിന്റെ പ്രോപ്പർട്ടി. എല്ലാത്തിനും ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, നമ്മൾ മുന്നേയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിനും അതിന്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പ്രോപ്പർട്ടീസും കൂടെ ഡിസ്പ്ലേ ചെയ്യുക, അതിന്റെ കൂടെ ഒരു എക്സാമ്പിൾ, ചെറിയൊരു കോഡിങ് എക്സാമ്പിൾ എഴുതിയിരിക്കണം. കാരണം ഇത് സെക്കൻഡ് സീരീസിന് വരുമ്പോൾ ആ രീതിക്കായിരിക്കണം എനിക്ക് ആൻസർ വരേണ്ടത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഷുവർ ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ബോക്സ് മോഡൽ. ഓക്കെ, ബോക്സ് മോഡൽ മീൻസ് നമ്മൾ നോർമലി ഒരു ഡോക്യുമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു വെബ് പേജിൽ ഡോക്യുമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെന്താവാ ബോർഡേഴ്സ് കൊടുക്കാം അല്ലെ, സ്റ്റൈൽസ്, കളർ, വിഡ്ത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഒരു വെബ് പേജിൽ കുറെ സെക്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഓരോ സെക്ഷൻ. ഇപ്പം നമ്മുടെ കോളേജിന്റെ വെബ്സൈറ്റ് ആണെങ്കിൽ ബ്രാഞ്ച് വൈസ് ആയിട്ട് ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ഡീറ്റെയിൽസ്, തൊട്ടപ്പുറത്തെ ഒരു സെക്ഷൻ ആയിട്ട് മെക്കാനിക്കൽ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു ബോക്സ് മോഡലാണ്. അത് എല്ലാം ഒരു ബോക്സിൽ ഒരു ബോക്സ് മാതിരിയാണ് നമ്മൾ ഡിസ്പ്ലേ സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യും. സോ നോർമലി ഉള്ള വെബ് പേജിലൊക്കെ അങ്ങനെ ഉണ്ടാവും. കാരണം വെറും ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് മാത്രമായിരിക്കില്ല, അവിടെ ഇമേജസ് കൊടുക്കും. അതൊക്കെ ഒരു ബോക്സ് മോഡലായിട്ടാണ് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അവിടെ വരുന്ന രണ്ട് കാറ്റഗറിയാണ് ഈ
പാഡിങ് ആൻഡ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ബിറ്റ്വീൻ ദ കണ്ടന്റ് ഓഫ് എൻ എലമെന്റ് ആൻഡ് ഇറ്റ്സ് ബോർഡർ. അതായത് ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഈ ഒരു ബോക്സ്, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ കണ്ടന്റ് എഴുതിയിട്ടുണ്ട്. ഈ കണ്ടന്റും ഈ ഒരു ബോക്സും തമ്മിലുള്ള ഗ്യാപ്പ്, അതാണ് പാഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇതൊരു ബോർഡർ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് ആണ്. സോ ഇതും ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഗ്യാപ്പ്, അതാണ് പാഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാർജിൻ. മാർജിൻ മീൻസ് സ്പേസ് ബിറ്റ്വീൻ ദ ബോർഡർ ആൻഡ് അഡ്ജസന്റ് എലമെന്റ്, അതാണ് മാർജിൻ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു എലമെന്റ്, ഒരു സെക്ഷൻ ഉണ്ട്, CSE എന്ന് പറഞ്ഞ സെക്ഷൻ. ഇവിടെ വേറൊരു സെക്ഷൻ ഉണ്ട്, ഒരു ബോക്സിൽ മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ CSEയും മെക്കാനിക്കലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് മാർജിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതൊരു സെക്ഷൻ, ഇത് വേറൊരു സെക്ഷൻ, സോ ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പ്, ഓക്കെ, അതാണ് മാർജിൻ എന്ന് പറയുന്നത്. ഒരു വിത്തിൻ ആൻ എലമെന്റ്, ഒരു ഒറ്റൊരു സെക്ഷന്റെ ഉള്ളിൽ വരുന്നതാണ് പാഡിങ്. രണ്ട് സെക്ഷൻസിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പും കാര്യങ്ങളൊക്കെയാണ് മാർജിൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള ഫിഗർ ആണ്, സോ തിയറി ഇതുപോലെ എഴുതണം. മനസ്സിലായല്ലോ? നോർമലി നമ്മൾ എന്താണ് ഡോക്യുമെന്റ്സിൽ നമ്മൾ ബോർഡേഴ്സ് കൊടുക്കുന്നുണ്ട്, സ്റ്റൈൽസ് അല്ലെ, ബോർഡേഴ്സിന് വേരിയസ് സ്റ്റൈൽസ്, കളർ, വിഡ്ത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അത് നമുക്ക് പാഡിങ് മാർജിൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം. സോ ഇങ്ങനെ ഒരു മോഡലിനെയാണ് ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതില് എന്താണ് ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോർഡറിൽ വരുന്ന പ്രോപ്പർട്ടീസ്. ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, ലിസ്റ്റ് ദ ബോർഡർ പ്രോപ്പർട്ടീസ്. അങ്ങനെ പറയുമ്പോൾ ബോർഡറിൽ വരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? ഇതൊക്കെയാണ് ബോർഡറിന്റെ പ്രോപ്പർട്ടീസ്. എവിടെയൊക്കെ നിങ്ങൾക്ക് ബോർഡർ സെറ്റ് ചെയ്യാം, അതാണ് ബോർഡർ പ്രോപ്പർട്ടീസ്. അതുപോലെ നിങ്ങൾക്ക് മാർജിൻ, പാഡിങ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ മാർജിൻ എന്തായിരുന്നു? രണ്ട് സെക്ഷന്റെ ഇടയിലുള്ള ഗ്യാപ്പ്. അതായത് ഇവിടെ നിങ്ങൾ രണ്ട് ബോക്സ് ആലോചിച്ചാൽ മതി, ഈ ബോക്സും ഈ ബോക്സും. ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ്, അതുപോലെ ഇവിടെ ഇവിടുന്ന് ഇത്രയുള്ള ഗ്യാപ്പ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗ്യാപ്പ്, ടോപ്പ് എന്നുള്ള ഗ്യാപ്പ്, ബോട്ടം എന്നുള്ള ഗ്യാപ്പ്, അതൊക്കെയാണ് മാർജിൻ പറയുന്നത്. ഓക്കെ, പാഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിംഗിൾ എലമെന്റിന്റെ ഇടയിൽ തന്നെ കണ്ടൻസ് ഉണ്ട്, കണ്ടൻസും അതിന്റെ മാർജിനും തമ്മിലുള്ള ഗ്യാപ്പ്, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് വരുന്ന ഗ്യാപ്പ്, അതാണ് പാഡിംഗ്. ഓക്കെ, സോ നമുക്ക് ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്തായിരിക്കും? നമുക്കൊരു ബോക്സിന് ഒരു ബോർഡർ കൊടുക്കണം അല്ലെ, ഒരു ബോക്സ് അതിന് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കൊടുക്കുക. അപ്പോൾ അതിൽ തന്നെ ബോർഡർ കളർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കൊരു ടേബിൾ ഉണ്ട്, ആ ടേബിളിന് ബോർഡർ കൊടുക്കണം, ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബോർഡർ കളർ കൊടുക്കാം. പിന്നെ ബോർഡറിന്റെ സ്റ്റൈല്, ബോർഡർ എങ്ങനെയായിരിക്കണം? സോളിഡ് ആണോ? ആ ലൈന് സോളിഡ് ലൈൻ ആണോ? ഡാഷ്ഡ് ലൈൻ ആണോ? ഡബിൾഡ് ലൈൻ ആണോ? അപ്പോൾ എങ്ങനെ ഇരിക്കണം ബോർഡർ? നിങ്ങൾ വേർഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, വേർഡിൽ കാണാം ബോർഡേഴ്സ്. അപ്പോൾ ഏത് സ്റ്റൈൽ ഓഫ് ബോർഡർ ആണ്? പിന്നെ ബോർഡറിന്റെ വിഡ്ത്ത്, അതായത് തിക്നെസ്, അതിന്റെ തിക്നെസ് സ്പെസിഫൈ ചെയ്യാൻ ബോർഡർ വിഡ്ത്ത്. ഓക്കെ, ഇത് മൂന്നും കോമൺ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ്. ഇനി ഈ കളറിൽ തന്നെ നമുക്ക് എങ്ങനെ പറയാം? എവിടെയൊക്കെ കളർ കൊടുക്കാം? ബോർഡർ ബോട്ടം കളർ ഉണ്ട്, ടോപ്പ് കളർ ഉണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, വേർഡ് മീനിങ് പോലെ നമുക്ക് ഒരു ബോർഡർ എന്ന് പറയുമ്പോൾ 4 കോർണർ ആയിട്ട് നമുക്ക് പറയാലോ. അപ്പൊ അതിന് ടോപ്പ് ലൈൻ കളറിന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോർഡർ ടോപ്പ് കളർ, താഴത്തതാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോട്ടം, പിന്നെ ലെഫ്റ്റ്, റൈറ്റ്. അത് ബോർഡർ കളർ തന്നെയാണ്, പക്ഷെ അത് നമുക്ക് 4ആയിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ വിഡ്ത്ത് നിങ്ങൾക്ക് ഒരു സിംഗിൾ വിഡ്ത്ത് തന്നെ സെറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് വിഡ്ത്ത് ഡിഫറൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ബോർഡർ ബോട്ടം വിഡ്ത്ത് കൊടുക്കാം, ടോപ്പ് വിഡ്ത്ത് കൊടുക്കാം, ലെഫ്റ്റ് വിഡ്ത്ത് കൊടുക്കാം, റൈറ്റ് വിഡ്ത്ത് കൊടുക്കാം. ഓക്കെ, അതാണ് ബോർഡറിന്റെ വിഡ്ത്തിന്റെ കേസ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ 3 പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ബോർഡറിന് കളർ കൊടുക്കാം, സ്റ്റൈല് കൊടുക്കാം, വിഡ്ത്ത് കൊടുക്കാം. അതിൽ കളറും വിഡ്ത്തിനെയും നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്തിട്ട് കൊടുക്കാം. സോ ഒരു എക്സാമ്പിൾ, നമുക്ക് എക്സാമിന് ബോർഡേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ടെങ്കിൽ, ഒരു എലമെന്റ് ബോക്സ് ആയിട്ടൊക്കെ, എസ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നത് ടേബിളിലാണ്. ടേബിളിൽ നിങ്ങൾക്ക് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതിൽ 3 എണ്ണമാണ് ഉള്ളത്, അതിൽ 2 എണ്ണത്തിന്റെ സബ്ഡിവിഷനും കൊടുക്കുക. ക്ലിയർ ആണോ? ഇത് നമുക്ക് വലുതായിട്ട് തിങ്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക, അത്രേ വേണ്ടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഹെഡ് സ്റ്റൈൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്/CSS ആണ്.
പി ഡോട്ട് എക്സാമ്പിൾ 1 ഉണ്ട്, പി ഡോട്ട് എക്സാമ്പിൾ 2 ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പറയാം. ബോഡി നോക്കൂ, ഒരു പാരഗ്രാഫ്, അതിന് ക്ലാസ് ഈക്വൽ ടു എക്സാമ്പിൾ 1 ആക്കി കൊടുത്തു. അതിന്റെ അണ്ടറിൽ നിങ്ങൾ എന്തോ എഴുതി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് എക്സാമ്പിൾ 2 ആക്കിയിട്ട് കൊടുത്തു. അതിന് അണ്ടറിൽ എന്തോ എഴുതി. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇനി എക്സാമ്പിൾ 1 എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞ ക്ലാസ്സിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? എക്സാമ്പിൾ 1ന് ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ബോർഡർ എന്താണ്? 1 പിക്സൽ സോളിഡ്. അത് നിങ്ങൾക്ക് ബോർഡർ എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ പ്രോപ്പർട്ടീസും ഈ ബോർഡർ എന്ന് പറഞ്ഞ ഈ ബോർഡർ കളറും സ്റ്റൈലും വിട്ടും ഒരുമിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോർഡർ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാ പ്രോപ്പർട്ടിയും കൂടെ ഒരുമിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ബോർഡറിന് 1 പിക്സൽ ആണ്, സോളിഡ് ആണ് സ്റ്റൈല്, അങ്ങനെ കൊടുത്തു. ഇനി അതിന്റെ കളർ എനിക്ക് വേരി ചെയ്യണം. എങ്ങനെയാണ്? ഈ എക്സാമ്പിൾ 1ന് ബോർഡർ എന്തായാലും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ബോർഡറിന്റെ അതിന്റെ ബോട്ടം കളർ ഗ്രീൻ ആണ്, ടോപ്പ് കളർ റെഡ് ആണ്, ലെഫ്റ്റ് ബ്ലാക്ക് ആണ്, റൈറ്റ് എന്താണ്? ബ്ലൂ ആണ്. അത് ഹെക്സാഡെസിമൽ കോഡ് ആണ് അവിടെ കൊടുത്തത്. ഹെക്സാഡെസിമൽ കോഡ് ഈസ് എ 6-digit കോഡ്. ഇറ്റ് ഷുഡ് ബി പ്രിസീഡഡ് ബൈ ഹാഷ് സൈൻ, പൗണ്ട് സൈൻ പ്രൊസീഡ് ചെയ്യണം. സോ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് യു ഗിവ് ദ കളർ, നെയിം ഓഫ് ദ കളർ. ഓക്കെ, അങ്ങനെ നിങ്ങൾ എക്സാമ്പിൾ 1 സെറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എക്സാമ്പിൾ 2. എക്സാമ്പിൾ 2ൽ നിങ്ങൾ ബോർഡർ അത് കോമൺ പ്രോപ്പർട്ടി ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിക്സൽ സോളിഡ് തന്നെയാണ് ലൈന്. അതിന്റെ കളർ എന്താണ്? കോമൺ ആയിട്ടുള്ള കളറാണ് അതിന്റെ ഗ്രീൻ. അപ്പോൾ അത് 4 ആൾക്കും ടോപ്പ് ലെഫ്റ്റ് ബോട്ടം റൈറ്റ് എല്ലാവർക്കും ഗ്രീൻ ആണ് വരിക. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ നോക്കിയേ, കണ്ടോ? ഇവിടെ എന്താ പറഞ്ഞത്? ടോപ്പ് കളർ റെഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ടോപ്പ് റെഡ് ആണ്, ബോട്ടം ഗ്രീൻ ആണ്, ലെഫ്റ്റ് എന്താണ്? ബ്ലാക്ക് ആണ്, റൈറ്റ് ഇവിടെ വന്നിട്ടില്ല, ബ്ലൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ രണ്ടാമത്തെ പാരഗ്രാഫിന് എന്താ പറഞ്ഞത്? ടോട്ടൽ ആയിട്ട് ഗ്രീൻ ആണ്. സോ എല്ലാം ടോട്ടൽ ആയിട്ടുള്ള ബോർഡർ എന്തായിട്ട് വരും? ഗ്രീൻ കളറിൽ വരും. പിന്നെ ലൈൻ സോളിഡ് ലൈൻ ആണ്, സോ അതാണ് അവിടെ സോളിഡ് ലൈൻ. നിങ്ങൾക്ക് ഡാഷ്ഡ് ലൈൻ കൊടുക്കാം. ഓക്കെ, അതർ സ്റ്റൈലും കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ ശ്രീഷ്മ, ദിൽന, സിനാൻ, ഇജാസ്, നിതിൻ, വിഷ്ണു. ഓക്കെ 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 അപ്പൊ നെക്സ്റ്റ് എന്താണ്? മാർജിൻസ് ആൻഡ് പാഡിങ്. ഓക്കെ, മാർജിൻ ഞാൻ പറഞ്ഞു രണ്ടാളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പ്, സ്പേസ് ഒക്കെയാണ് മാർജിൻ പറയുന്നത്. ഓക്കെ, പാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റും അതിന്റെ ബോർഡറുമായിട്ട് വരുന്ന ഗ്യാപ്പ്. സോ നമുക്ക് എന്താ പ്രോപ്പർട്ടീസ്? ഇതും എങ്ങനെ പഠിക്കണം എന്നറിയോ? മാർജിൻ ആൻഡ് പാഡിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചത്. സോ എന്ത് പറയണം? അതിന്റെ പ്രോപ്പർട്ടീസ്, രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് അവിടെ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ കാണിക്കുക. അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ മാർജിൻ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ നേരത്തെ ബോർഡർ എന്ന് പറഞ്ഞല്ലോ, ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി എന്നാണ് അതിന് പറയാം. അതായത് എല്ലാ പ്രോപ്പർട്ടീസും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി. സോ ഇവിടെ മാർജിൻ എന്ന് പറയുന്നത് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ആണ്. പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മാർജിൻ കൊടുക്കാൻ പറ്റുക? ബോട്ടം, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്. ഓക്കെ, റൈറ്റ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ എല്ലാം കൊടുക്കാം. ഇനി പാഡിങ്. ഓക്കെ, പാഡിങ് എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഷോർട്ട് ഹാൻഡ് ആണ്. ജസ്റ്റ് പാഡിങ് കോളൻ അതിന്റെ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ഹാൻഡ് ആണ്. അല്ല, നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യണം. പാഡിങ് ബോട്ടം, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്. ഇത്രയാണ് പാഡിങ്ങിൽ വരുന്നത്. സെയിം ആണ്, വേർഡ് മീനിങ് പോലെ തന്നെയാണ് അതിന്റെ പ്രോപ്പർട്ടീസും. സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിൾ? അവിടെ ബോഡി നമ്മൾ പാരഗ്രാഫ് സ്റ്റൈൽ ഈക്വൽ ടു എന്താണ്? മാർജിൻ. അത് ഷോർട്ട് ഹാൻഡ് ആണ്. കണ്ടോ, കുറെ പ്രോപ്പർട്ടി ഒരുമിച്ച് അങ്ങ് കൊടുത്തു. എന്താണ്? മാർജിൻ 15 പിക്സൽ ആണ്. ഓക്കെ, അപ്പൊ ബോർഡർ എന്താണ്? 1 പിക്സൽ ആണ്, സോളിഡ് ആണ്, സ്റ്റൈല്, ബോർഡറിന്റെ കളർ ബ്ലാക്ക് ആണ്. അപ്പോ എല്ലാം 4 മാർജിൻ എന്തായിരിക്കും? 15 പിക്സൽ ആയിരിക്കും. ഓക്കെ, 15 പിക്സലിന്റെ ആ ഒരു വിഡ്ത്ത് ആണ് അതിൽ വരിക. ഇനി അടുത്ത പാരഗ്രാഫ് എന്താണ്? മാർജിൻ 10 പിക്സൽ ആണ്. 10 പിക്സൽ ആണ്, 2% ഇത് കൊടുത്തു, ബോർഡർ ഒക്കെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ടോപ്പ് ആൻഡ് എന്താണ് ഇവിടെ? ഈ കേസിൽ എന്താണ്? ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ വിൽ ബി 10 പിക്സൽ. ലെഫ്റ്റും റൈറ്റ് മാർജിൻ എന്തായിരിക്കും? വിൽ ബി ഓഫ് ദ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ ഡോക്യുമെന്റ്. ഓക്കെ, നമ്മള് ടോപ്പും ബോട്ടവും ഈ 10 പിക്സൽ ആയിരിക്കും.
ഇവിടെ 15 പിക്സലിന് മാത്രം കൊടുത്തതുകൊണ്ട് എല്ലാ മാർജിനും എന്താണ് 15 പിക്സൽ ആണ്. ഇവിടെ 10 പിക്സൽ ആയിരിക്കും ടോപ്പും ബോട്ടവും. മറ്റേ രണ്ടും എന്താണ് ലെഫ്റ്റും റൈറ്റും അതിന്റെ ഡോക്യുമെന്റിന്റെ ലെങ്ത് മീൻസ് വിഡ്ത്ത് എത്രയാണോ അത്രയും എടുക്കും. ഓക്കെ, അത് ജസ്റ്റ് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒറ്റൊരു വാല്യൂ ഇട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ഒന്നും വേണമെന്നില്ല, അതൊന്നും ടെക്സ്റ്റിൽ അങ്ങനെ ഡെപ്തിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒരു വാല്യൂ ഇട്ട് പഠിക്കുക, അതിന്റെ ബോർഡർ പ്രോപ്പർട്ടിയും കൊടുത്തിട്ട് പഠിക്കുക. ഓക്കെ, അത്രേ വേണ്ടുള്ളൂ. അതിന്റെ ജസ്റ്റ് പെർസെന്റേജും അതിന്റെ നെഗറ്റീവ് വാല്യൂസ് ഒന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ ഇത്രയും എങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ഈ ഒരു ഇതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, എന്താണ് മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ആവും. ഓക്കെ, നമുക്ക് മാർജിൻ ടോപ്പ് ബോട്ടം അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് പ്രോപ്പർട്ടി പറയുക, അതിന്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, അത്രേ വേണ്ടു. അതിൽ എന്താണ് ഇൻ ഡെപ്തിൽ പോകണമെന്നില്ല. ക്ലിയർ ആണോ? അവിടെ ജസ്റ്റ് പോസിറ്റീവും നെഗറ്റീവും വരാനേ ഉള്ളൂ, ഡെപ്തിൽ പഠിക്കണം എന്നില്ല. പിന്നെ വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് പാഡിങ്. പാഡിങ്ങിന്റെ കേസിൽ പാരഗ്രാഫിൽ ഇവിടെ സ്റ്റൈൽ ഈക്വൽ ടു, ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തു പാഡിങ് ബോട്ടം ആണ്. ഓക്കെ, പാഡിങ് ബോട്ടം 15 പിക്സൽ ആണ്, ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് എ പാരഗ്രാഫ് വിത്ത് എ സ്പെസിഫൈഡ് ബോട്ടം പാഡിങ്. എന്താണ് ബോട്ടം പാഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്പേസ് 15 പിക്സൽ ആയിരിക്കും, ബോട്ടത്തിന് കണ്ടന്റുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് 15 പിക്സൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാഡിങ് ബോട്ടം തന്നെ 5% പെർസെന്റേജിലാണ് കൊടുത്തത്. ഓക്കെ, പെർസെന്റേജിലാണ് കൊടുത്തത്. 5% എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ഒരു സ്പേസ്, ഇത്രയും സ്പേസിങ് കിട്ടും. നിങ്ങൾക്ക് പെർസെന്റേജിലും കൊടുക്കാം, പിക്സലിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, കണ്ടന്റും പാരഗ്രാഫ് ബോട്ടവും തമ്മിൽ ആ ഒരു 5%ന്റെ ആ ഒരു വിഡ്ത്ത് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഒറ്റൊരു ബോക്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിഡ്ത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനാണ് പാഡിങ്. നേരെ മറിച്ച് മാർജിൻ എന്ന് പറയുന്നത് എന്താ, എലമെന്റ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പും ഒക്കെയാണ് മാർജിൻസ് ആയിട്ട് പറയുന്നത്. കണ്ടോ, ഇവിടെ ഗ്യാപ്പ് വന്നു, ഇവിടെ രണ്ടിടത്തും ഗ്യാപ്പ് ഇല്ലാതെയാ വന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മാർജിനും ജസ്റ്റ് എക്സാമ്പിൾ പഠിച്ചാൽ, ഇത്രയും ലെങ്ത്തിൽ പഠിക്കണ്ട, ജസ്റ്റ് ഒരു മാർജിൻ കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ള ഈ ഒരു സിന്റാക്സ് മാത്രം പഠിച്ചാൽ മതി. അതുപോലെ പാഡിങ്ങിന്റെ ജസ്റ്റ് ഒരു സിന്റാക്സ് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? മാർജിനും പാഡിങ്ങും ക്ലിയർ ആണോ? ഓക്കെ, ഇൻ ഡെപ്തിൽ വേണമെന്നില്ല, ജസ്റ്റ് അത്രേ വേണ്ടുള്ളൂ. കാരണം ടെക്സ്റ്റിൽ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഒരു വാല്യൂ വെച്ചിട്ട് മാത്രമേ ടെക്സ്റ്റ് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാനിത് പുറത്തുനിന്ന് എടുത്ത എക്സാമ്പിൾ ആയതുകൊണ്ടാണ് കുറച്ചും കൂടുതൽ ഇൻ ഡെപ്തിൽ വന്നു പോയത്. ഓക്കെ, ടെക്സ്റ്റിൽ എക്സാമ്പിൾ കുറച്ച് വലിയൊരു എക്സാമ്പിൾ കൊടുത്തു എന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ മാർജിൻ ആൻഡ് പാഡിങ്. നെക്സ്റ്റ് വരുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുന്നേ ഒരു സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. URL എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുക. ഓക്കെ, അതേ എക്സാമ്പിൾ ഇവിടെ പഠിച്ചാൽ മതി, ജസ്റ്റ് റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, ഈ തേർഡ് മോഡ്യൂളിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ആ ടെക്സ്റ്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇമേജ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, URL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അന്ന് അവിടെ ഞാനൊരു സ്മോൾ എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സെയിം എക്സാമ്പിൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഹിയർ. ഓക്കെ, ദാറ്റ് ഇസ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നാണ് അതിന്റെ പ്രോപ്പർട്ടിയുടെ നെയിം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്, ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം, ഇമേജ് ഇപ്പം 2 or 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് കൊടുക്കാം. ഓക്കെ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ, ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെന്റ്, അങ്ങനെ കുറെ പ്രോപ്പർട്ടി ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അതില് ബാക്ക്ഗ്രൗണ്ട് ഇമേജും റിപ്പീറ്റും പൊസിഷനും നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളെ ഇമേജിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്നും ജസ്റ്റ് എങ്ങനെയാണെന്ന് പറയണ്ട, ജസ്റ്റ് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുക ആ കോഡ് മാത്രമേ വേണ്ടുള്ളൂ. ആ കോഡ് URL എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. മുന്നേ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ആണത്, അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ഈ PPT-യിൽ ആ എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ?
ഈ രണ്ട് ടോപ്പിക് ബാക്ക്ഗ്രൗണ്ട് ഇമേജും സ്പാൻ ആൻഡ് ഡിവും ഇത് രണ്ടും നമ്മൾ മുന്നേ നോക്കിയതാണ്. ഓക്കെ, സോ അത് പ്രീവിയസ് എക്സാമ്പിൾ എന്താണോ നിങ്ങൾ മുന്നേ പഠിച്ച എക്സാമ്പിൾ സെയിം തന്നെ മതി. ഓക്കെ, ഇവിടെ സ്പാൻ നെക്സ്റ്റ് ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് URL എന്ന് പറഞ്ഞിട്ടുള്ള അത് വെച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആണ്. ഇനി അത് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു വെബ് ബ്രൗസറിൽ നിങ്ങൾക്ക് 3-4 പ്രാവശ്യം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടലിയും ചെയ്യാം വെർട്ടിക്കലിയും ചെയ്യാം. സോ അതിനാണ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഓക്കെ, അങ്ങനെ ജസ്റ്റ് 2-3 പ്രോപ്പർട്ടി മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ് ഇസ് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്. നെക്സ്റ്റ് സ്പാൻ ആൻഡ് ഡിവ് ടാഗ്സ്. എന്താണ് സ്പാൻ ആൻഡ് ഡിവ് ടാഗ്? സ്പാൻ എന്ന് പറഞ്ഞ ടാഗ് എന്തായിരുന്നു? നമ്മുടെ ഒരു വെബ് പേജിൽ ഒരു സ്പെസിഫിക് പോർഷന് മാത്രം എന്തെങ്കിലും സ്റ്റൈലോ കാര്യങ്ങളോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പോർഷന് അതിനാണ് സ്പാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ബ്ലോക്ക് ലെവലിൽ ഒരു ബ്ലോക്ക് ഓഫ് എലമെന്റ്സിന് നമുക്ക് സ്റ്റൈൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവ് ടാഗ് യൂസ് ചെയ്യും. ഡിവ്. ഓക്കെ, സോ സ്പാൻ ഇസ് ആൻ ഇൻലൈൻ ടാഗ് ആൻഡ് ഡിവ് ഇസ് എ ബ്ലോക്ക് ലെവൽ ടാഗ് ആണ്. ഓക്കെ, ഡിവ് ബ്ലോക്ക് ലെവൽ ആണ്, കാരണം ഒരു സ്പെസിഫിക് ബ്ലോക്ക് ഓഫ് എലമെന്റ്സിനാണ് നമ്മൾ കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് കൊടുക്കുക. സ്പാനിന്റെ കേസിൽ നിങ്ങൾ ഒരു സ്പെസിഫിക് പോർഷൻ, ഇപ്പൊ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ആ പാരഗ്രാഫിൽ ഒരു വേർഡിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റൈൽ കൊടുക്കണം, ഹൈലൈറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്പാൻ എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ. നോക്കൂ, ബോഡിയിൽ ദിസ് ഇസ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞ് എഴുതി. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ദിസ് ഇസ് എ പാരഗ്രാഫ് അത്രയും വന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? നിങ്ങൾ സ്പാൻ ടാഗ് അവിടെ കൊടുത്തു. സ്പാൻ സ്റ്റൈൽ ഈക്വൽ ടു ഒരു കളർ കോഡ് കൊടുത്തു. ദാറ്റ് ഇസ് എ റെഡിന്റെ കോഡാണ്. സ്പാൻ ടാഗ് ക്ലോസ് ചെയ്തു. ദിസ് ഇസ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സ്പാന് ക്ലോസ് ചെയ്തു. ഇവിടെ അത് ഓപ്പണിങ്ങിന്റെ തന്നെ ക്ലോസ് ആണ്. ഇവിടെ സ്പാൻ അതിന്റെ ജസ്റ്റ് ഒന്നുമില്ല, സ്പാൻ ടാഗ് ഓപ്പൺ ചെയ്തു. അതിൽ സ്റ്റൈൽ ഈക്വൽ ടു നിങ്ങൾ കളർ സെറ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു എലമെന്റിനാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ കളർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്പാന് ക്ലോസ് ചെയ്തു. അപ്പൊ നോക്കിയേ, ഈ ഒരു എലമെന്റ് മാത്രം റെഡ് കളറിലായിട്ട് വന്നു, റെഡിൽ വന്നു. അത് കഴിഞ്ഞ് ദിസ് ഇസ് എ പാരഗ്രാഫ് പിന്നെയും നിങ്ങൾ എഴുതി. ദാറ്റ് വിൽ ബി ഇൻ ബൈ ഡിഫോൾട്ട് ബ്ലാക്ക് കളർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്തു. അതിൽ സ്പാൻ സ്റ്റൈൽ ഈക്വൽ ടു കളർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ദിസ് ഇസ് അനദർ പാരഗ്രാഫ് എന്ന് പറഞ്ഞു വന്നു. അപ്പൊ അത് നിങ്ങൾ ഇവിടെ കൊടുത്ത കളർ എന്താണോ അതാണ് അവിടെ ഡിസ്പ്ലേ ആവുക. സോ ഒരു പെർട്ടിക്കുലർ ഒരു എലമെന്റിന്റെ പെർട്ടിക്കുലർ പോർഷന് മാത്രം എന്തെങ്കിലും ഹൈലൈറ്റോ ചേഞ്ചസോ സ്റ്റൈലോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പാൻ എന്ന് പറഞ്ഞ ടാഗാണ് കൊടുക്കുക. സ്പാൻ സ്റ്റൈൽ ഈക്വൽ ടു നിങ്ങൾക്ക് സ്റ്റൈൽ കൊടുക്കാം. എന്നിട്ട് അവിടെ ഓപ്പണിംഗ് തന്നെ അവിടെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? ആ എലമെന്റ് റൈറ്റിംഗ് എന്താണോ അത് കൊടുക്കുക. എന്നിട്ട് സ്പാൻ ടാഗ് ക്ലോസ് ചെയ്യുക. ഇതാണ് സ്പാൻ. ഇനി ഡിവ് എന്താണ്? ഡിവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബ്ലോക്ക് ഓഫ് ആൾക്കാർക്കാണ് കൊടുക്കുക. ഓക്കെ, അതായത് ഇവിടെ നോക്കൂ, നിങ്ങളുടെ ബോഡിയിൽ H1 ഹെഡിങ് ഉണ്ട്. ഡിവ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തു. അതിവിടെ വന്നു. ഇനി ഡിവ് ക്ലാസ് ഈക്വൽ ടു മൈ ഡിവ് ഒരു ക്ലാസ് കൊടുത്തു. ഓക്കെ, ഡിവ് ടാഗ് ഓപ്പൺ ചെയ്തു. അതിനൊരു ക്ലാസ് ആക്കിയിട്ട് കൊടുത്തു. H2 ഹെഡിങ്ങിൽ എന്തോ കൊടുത്തു, ഒരു പാരഗ്രാഫും കൊടുത്തു. ഡിവ് ക്ലോസ് ചെയ്തു. എന്നിട്ട് പുറത്തൊരു നെക്സ്റ്റ് ഡിവിന്റെ പുറത്ത് വേറൊരു പാരഗ്രാഫ് കൊടുത്തു. ദിസ് ഇസ് സം ടെക്സ്റ്റ് ഔട്ട്സൈഡ് ദ ഡിവ് എലമെന്റ് അങ്ങനെ പറഞ്ഞു കൊടുത്തു. കണ്ടോ, ഇവിടെ ഒരു ഡിവ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ആണ്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇമേജ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഈ ക്ലാസ് ഈക്വൽ ടു മൈ ഡിവ് എന്ന് പറഞ്ഞതിന് സ്റ്റൈൽ കൊടുത്തു. എന്താണ് മൈ ഡിവ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് എന്താ സ്റ്റൈൽ കൊടുത്ത? ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 5 പിക്സൽ ഔട്ട്സെറ്റ്, അതിന്റെ റെഡ് കളർ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, ബ്ലൂ ആണ്. ടെക്സ്റ്റ് അലൈൻമെന്റ് എങ്ങനെയാണ്? സെന്ററിൽ. സോ അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ ബ്ലോക്ക് ഓഫ് എലമെന്റ്സിന് മാത്രം അതെന്തായിരിക്കും? ബാധകമായിരിക്കും. കണ്ടോ, ഈ ഒരു ബ്ലോക്കിന് മാത്രം അത് ബാധകമാണ്. ഈ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിവിന്റെ പുറത്ത് വന്നിട്ടുള്ളതാണ്. സോ എന്ത് ചെയ്യില്ല, ഇതിന് എഫക്ട് ചെയ്യില്ല. സോ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റക്ക് നിങ്ങൾക്ക് സ്റ്റൈല് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിവും അതുപോലെ എന്താണ് ഒരു സ്പെസിഫിക് ഒരു പാരഗ്രാഫോ ഒരു സ്പെസിഫിക് ആൾക്ക് ഒരു പോർഷന് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ സ്പാൻ ആയിട്ട് വരും. അതാണ് സ്പാനും ഡിവും തമ്മിലുള്ള ഡിഫറൻസ്. മുന്നേ സെക്കൻഡ് മോഡ്യൂളിൽ ഇത് പറഞ്ഞതാണ്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? യു ക്യാൻ സ്റ്റഡി ദാറ്റ്. മനസ്സിലായോ? അപ്പൊ സ്പാനും ഡിവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. എന്താ ഡിഫറൻസ്? സ്പാൻ ഒരു ഇൻലൈൻ ടാഗ് ആണ്, ഡിവ് ഒരു ബ്ലോക്ക് ലെവൽ ടാഗ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതാണ് സ്പാനും ഡിവും തമ്മിലുള്ള ടാഗിൽ വരുന്ന ഡിഫറൻസ്. ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിൾ മസ്റ്റ് ആണ്, ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഇതുവരെ എടുത്തത്?
ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിതിൻ, സംഗീത്, കാർത്തിക്, റസാന, സാരംഗ്, ശ്രദ്ധ, അഞ്ജിത, സിനാൻ, ജസ്ന. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് പാൻ ഡിവ് ടാഗ്, അതുപോലെ എന്താണ് മാർജിൻ ആൻഡ് പാഡിങ്, അതാണ് പ്രീവിയസ് ആയിട്ട് വന്നത്. ബാക്കിയുള്ളതും ചോദിക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ചോദിക്കാം. എന്ത് ചോദിച്ചാലും പ്രോപ്പർട്ടി അതിന്റെ എക്സാമ്പിൾ മസ്റ്റ് ആണ്. ഓക്കെ, സോ ജസ്റ്റ് അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, ആകാശ്, ആകാശ് രാജീവ്. ഓക്കെ, അഭിനന്ദ്, അഭിനവ്, ആദർശ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അജ്മൽ, അജ്മൽ ആബ്സെന്റ്. അഖിൽ, അനഘ, അഞ്ജലി, അനുഗ്രഹ്, അത്തിൻ, അത്തിൻ, അത്തിൻ ഇവിടെ ഉണ്ടല്ലോ. അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, മുഹമ്മദ് സിനാൻ, ഇജാസ്, ഇജാസ്, നഫ, നേഹ, നേഹ, നേഹ ആബ്സെന്റ്. ഹലോ മിസ്, അത്തിൻ പ്രസന്റ് ആണ്. അതിനെവിടെയായിരുന്നു? അത് ഞാൻ എടുത്തിട്ടുണ്ട്, ഹാങ് ചെയ്ത ഫോൺ. ശരി. നിതിൻ, പ്രണവ് എ, പ്രണവ് എ, പ്രണവ് എ ആബ്സെന്റ്. പ്രണവ് സി, റൈസ ഖാലിദ്, റസാന നിഹാല, റിസ്വിൻ, റിസ്വിൻ, റോഷൻ, റോഷൻ, റോഷൻ ആബ്സെന്റ്. സഹല ബി, ഓക്കെ, സഹല എൻ, സംഗീത്, സംഗീത്, ഓക്കെ, സാരംഗ്, ഷാരു, സാരംഗ് ആബ്സെന്റ് ആണോ? ഓക്കെ, ഷാരുൺ, ഓക്കെ, ശ്രദ്ധ, ശ്രദ്ധ, ഓക്കെ, വിഷ്ണു, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, അഞ്ജിത ആബ്സെന്റ് ആണോ? ഷിറോണ, ഓക്കെ. സോ ആബ്സെന്റ് ഈസ് അജ്മൽ, പ്രണവ് എ, റിസ്വിൻ, റോഷൻ ആൻഡ് അഞ്ജിത. ഓക്കെ, സോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവര് ഇന്ന് 5 മണിക്കുള്ളിൽ മെയിൽ ചെയ്യാം, എന്നാൽ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.